മലിനവെള്ളം കടലിലേക്ക് ചേരുന്നതിന് തൊട്ടടുത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ കടൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. വല്ലാത്ത അവസ്ഥ തന്നെ. കോഴിക്കോട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ കാര്യമായ മാറ്റം വന്ന ഒരു സ്ഥലം കോഴിക്കോട് ബീച്ചാണ്. നേരത്തെ നമ്മൾ പലയിടത്തായി കണ്ട കടകളൊക്കെ ഒരേപോലെ ഒരേ ഇടത്തേക്ക് മാറ്റി സൗകര്യപ്രദമാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. വെയിലില്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ചിലെ പുതിയ സംവിധാനം? അടിപൊളിയാണ്. ഇടയ്ക്ക് വരാറുണ്ടോ? വരാറുണ്ട്. എങ്ങനെയുണ്ട് ബീച്ച്? സൂപ്പറാ. കൊള്ളാം. പിന്നെ നല്ല വൃത്തിയുണ്ട്, അതിനായിട്ട് നല്ല വൃത്തിയുണ്ട്. അപ്പം പുതിയതായിട്ട് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വരാണ്. ഇങ്ങനെ ഈ കടകളൊക്കെ വന്നപ്പോ കച്ചവടത്തിൽ മാറ്റം? കുഴപ്പമില്ല. എന്നെ കണ്ടില്ല, വെള്ളമൊക്കെ കണ്ടില്ലേ, കാറ് നിർത്താൻ പറ്റുന്നില്ല. ബീച്ച് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. മാറ്റമുണ്ട്. ഇടയ്ക്ക് വരാറുണ്ടോ ബീച്ച്? വരാറുണ്ട്. ഇപ്പൊ കാണുന്ന ഒരു വലിയ മാറ്റം എന്താ ഫീൽ ചെയ്യുന്നത്? മാറ്റം സ്റ്റാളുകളൊക്കെ തന്നെ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി, വൃത്തിയായിട്ടുണ്ട്. അത് എല്ലായിടത്തും നല്ല വൃത്തിയുണ്ട്. ഒന്നും പറയല്ല, നല്ല മാറ്റങ്ങൾ, ഇതുപോലത്തെ മാറ്റങ്ങൾ ഇനിയും വരട്ടെ. എന്തായാലും സർക്കാരിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും അഭിനന്ദിക്കാൻ പറ്റില്ല. അത്രയും മാറ്റങ്ങൾ ഇപ്പോൾ കോഴിക്കോടായാലും റോഡായാലും എല്ലാ മേഖലയിലും വികസനം വരുന്നുണ്ട്. ബീച്ചിലെ കടകളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതേ കോഴിക്കോട് ബീച്ചിലെ മറ്റൊരു കാഴ്ച നോക്കുങ്ങൾ. ഇതാ നഗരത്തിൻ്റെ മാലിന്യമൊക്കെ കടലിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഈ മലിനവെള്ളം കടലിലേക്ക് ചേരുന്നതിന് തൊട്ടടുത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ കടൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. വല്ലാത്ത അവസ്ഥ തന്നെ. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് എന്ത് പരിഗണനയാണ് ഈ നഗരം നൽകുന്നത്, ഈ നഗരം ഭരിക്കുന്ന ആളുകൾ നൽകുന്നത്? അപ്പോൾ ഇനി വരുന്ന ഒരു ഭരണസമിതി ഇക്കാര്യം കൂടി പരിഗണിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് വോട്ടർ സൈക്കിൾ ഡയറിക്ക് പറയാനുള്ളത്. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു.